ജനുവരി 5 വിശുദ്ധ ജോൺ ന്യൂമാൻ. 1811 മാർച്ച് 28 ബൊഹേമിയയിലെ പ്രച്ചാറ്റിറ്റ്സ് ഗ്രാമത്തിലുള്ള ഒരു സോക്സ് നിർമ്മാതാവിൻ്റെ 6 മക്കളിൽ ഒരാളായാണ് വിശുദ്ധ ജോൺ ന്യൂമാൻ ജനിച്ചത്. തൻ്റെ അമ്മയിൽ നിന്നുമാണ് ഈ വിശുദ്ധൻ ദൈവഭക്തി പരിശീലിച്ചത്. അവളുടെ പ്രേരണയാൽ ജോൺ ബെഡ്വേസിലെ സെമിനാരിയിൽ ചേർന്നു. സെമിനാരി ജീവിതത്തിനിടയ്ക്ക് ഒരു സുവിശേഷകനായി അമേരിക്കയിൽ പോകണമെന്നായിരുന്നു ജോൺ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം തന്റെ ജന്മദേശം വിടുകയും 1836 ന്യൂയോർക്കിലെ മെത്രാനായിരുന്ന ജോൺ ഡുബോയ്സിൽ നിന്നും പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയും ചെയ്തു. ദൈവാലയങ്ങൾ പണിയുകയും സ്കൂളുകൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് ഏതാണ്ട് 4 വർഷത്തോളം അദ്ദേഹം ബുഫാലോയിലും പരിസര പ്രദേശങ്ങളിലുമായി ചിലവഴിച്ചു. 1840 വിശുദ്ധൻ ഹോളി റെഡീമർ സഭയിൽ അംഗമായി. 8 വർഷത്തിന് ശേഷം അദ്ദേഹം അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചു. പിയൂസ് 9 മാർപ്പാപ്പയുടെ ഉത്തരവ് പ്രകാരം വിശുദ്ധൻ ഫിലാഡൽഫിയയിലെ 4ാമത്തെ മെത്രാനായി വാഴിക്കപ്പെട്ടു. 8ഓളം ഭാഷകളിലുള്ള അദ്ദേഹത്തിന്റെ പ്രാവീണ്യം തന്റെ സുവിശേഷ വേലകളിൽ അദ്ദേഹത്തിന് തുണയായി. പൊതുവിഷയങ്ങൾക്ക് പുറമെ മതപരമായ വിഷയങ്ങൾ കൂടി പഠിപ്പിക്കുന്ന സഭാ സ്കൂളുകൾക്ക്, പാറോക്കിയൽ സ്കൂൾ സിസ്റ്റത്തിന് അമേരിക്കയിൽ പ്രവർത്തിച്ചതിൽ ഒരു പ്രഥമ സ്ഥാനം ഈ വിശുദ്ധനുണ്ട്. വിശുദ്ധന്റെ ജീവിതത്തിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് റോമിൽ വെച്ച് പരിശുദ്ധ മാതാവിന്റെ അമലോത്ഭവ പ്രമാണ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തത്. ഇദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായാണ് 40 മണി ആരാധനാ രീതി ഫിലാഡൽഫിയ രൂപതയിൽ ആരംഭിച്ചത്. ഇറ്റാലിയൻ ഭാഷ സംസാരിക്കുന്നവർക്കായി അമേരിക്കയിലെ ആദ്യത്തെ ദേവാലയം ഇദ്ദേഹമാണ് പണി കഴിപ്പിച്ചത്. വിശുദ്ധ ഫ്രാൻസിസിന്റെ 3ാം സഭയിലെ ഗ്ലെൻഡ്രഡിൽ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകനും വിശുദ്ധ ജോൺ ന്യൂമാനാണ്. 1860 ജനുവരി 5 തന്റെ 48ാമത്തെ വയസ്സിൽ വിശുദ്ധൻ തെരുവിൽ തളർന്നു വീഴുകയും തന്റെ സുവിശേഷ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് കർത്താവിൽ നിദ്ര പ്രാപിക്കുകയും ചെയ്തു. ഫിലാഡൽഫിയയിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലെ താഴത്തെ പള്ളിയുടെ അൾത്താരയ്ക്ക് കീഴെ ഈ വിശുദ്ധനെ അടക്കം ചെയ്തിരിക്കുന്നു. വിശുദ്ധ ജോൺ ന്യൂമാന്റെ മാധ്യസ്ഥ്യം നമുക്കും അപേക്ഷിക്കാം.